കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട യൂസാർ എന്ന പേരിൽ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന, ജീവിതത്തിലും സംസ്കാരത്തിലും എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് കാരുണ്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു, കുടുംബത്തെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ആരുമായിട്ടെല്ലാം സഹകരിക്കുമോ അവരുമായിട്ട് മുഴുവൻ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വലിയ മാതൃക കാണിച്ചു തന്ന അധ്യാപകനായി ജീവിച്ചു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ജനങ്ങളോട് കാരുണ്യത്തോടു കൂടി പെരുമാറി ആ കാരുണ്യം പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹത്തിൻ്റെ വലിയ വലിയ നന്മകളിൽ ഒരു നന്മയായിരുന്നു എല്ലാവരോടും കരുണയോടുകൂടി പെരുമാറുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു അദ്ദേഹം മരണപ്പെട്ട സമയത്ത് കാഞ്ഞിപ്പുഴ ജുമാ മസ്ജിദിന്റെ മുറ്റത്തൊരുമിച്ചു കൂടിയ മറ്റു മതസ്ഥരായ ആളുകൾ, വീട്ടിലും അതുപോലെ തന്നെ മസ്ജിദിന്റെ ചുറ്റുഭാഗത്തും ആ മനുഷ്യനെ കാണാൻ വന്ന പരാപാരം ജനങ്ങൾ ഞങ്ങളെ ഉറച്ച മതവിശ്വാസികളായി ഇസ്ലാമിക അടിത്തറയിൽ ഞങ്ങളെ നിലനിർത്തുകയും എല്ലാവരോടും മുഴുവൻ മനുഷ്യരോടും കരുണയുടെയും സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും സ്വഭാവം പഠിപ്പിച്ചു തരികയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ പേരിലാണ് ഇന്ന് ഈ പിതാവിന്റെ പേരിലുള്ള ട്രസ്റ്റാണ് ഈ കുടിവെള്ള പദ്ധതി ഈ മഹത്തായ കലാലയത്തിന്റെ ഈ മഹത്തായ കേന്ദ്രത്തിൽ വെച്ച് ഇന്ന് ഉദ്ഘാടന കർമ്മം, സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത്. ഒരു നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസപരമായ മുന്നേറ്റമോ, രണ്ടാമത്തത് സോഷ്യൽ ജസ്റ്റിസാണ്, ആ നാട്ടിലെ സോഷ്യൽ ജസ്റ്റിസാണ്, അടുത്തത് ആരോഗ്യപരമായ കാര്യങ്ങളാണ്. ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ജവാദിക്ക അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ വേദി, അവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കേണ്ട വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ഓരോ കുടുംബങ്ങളിലും ഉള്ള വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം മുന്നേറ്റമുണ്ട്, എത്രത്തോളം കുട്ടികൾ വളർന്നു വന്നിട്ടുണ്ട്, ആരെല്ലാം പഠിക്കുന്നുണ്ട്, ആരെല്ലാം പഠിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുപോലെ തന്നെ നാട്ടിലെ വൈദ്യപരമായ, അതായത് ചികിത്സാ രംഗത്തുള്ള കാര്യങ്ങൾ, ആർക്കെല്ലാം രോഗികളാണ്, ആ രോഗികളെ ഏത് തരത്തിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കും, അവരെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്ന് നമ്മുടെ ഈ സംവിധാനങ്ങൾ ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക അത്യാവശ്യമാണ്. മറ്റൊന്ന് സോഷ്യൽ ജസ്റ്റിസാണ്. ആ നാട്ടിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി, വൈകല്യമുള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയും, പ്രത്യേകിച്ച് നമ്മൾ വാർഡ് തലങ്ങളിലൂടെയാണ് നമ്മുടെ സംവിധാനം ഈ വന്നിട്ടുള്ളത്. നമുക്ക് പഠിക്കുന്നതിന് വളരെ വളരെ എളുപ്പമാണ്. ആ കുട്ടിയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും, ആ കുടുംബത്തെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും, അതിനെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നെല്ലാം നമ്മൾ പഠിക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യവും കടമയും. തീർച്ചയായിട്ടും മുഹമ്മദ് കുഞ്ഞ് മൗലവി ട്രസ്റ്റ് എന്ന പേരിൽ ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ കുടിവെള്ള പദ്ധതിയിലെ ആദ്യത്തെ സംരംഭമാണ്, 5ാമത്തെ സംരംഭമാണ്. പടച്ചതമ്പുരാൻ കാരുണ്യം വഴി ഉണ്ടാകട്ടെ, പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വെള്ളം ഈ കിണറ്റിൽ നിന്ന്, ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒഴുകട്ടെ. പരസ്പരം സ്നേഹത്തോടെ, കരുണയോടെ, സ്നേഹത്തോടെ ചേർത്ത് വെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പരസ്പരം പറയാനും സംസാരിക്കാനും പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനും എല്ലാ മനുഷ്യർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ ഈ കർമ്മത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.